കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കനിവ് തേടി നെയ്യാറ്റിൻകര ധനവച്ചപുരം ശ്രീഭവനിൽ കുഞ്ഞ് ശ്രീയാൻഷ്. കരൾ പകുത്തു നൽകാൻ അച്ഛൻ തയ്യാറാകുമ്പോഴും പണം വില്ലനാവുകയാണ്. 40 ലക്ഷത്തോളം രൂപയാണ് ശ്രീയാൻഷിന്റെ ചികിത്സയ്ക്കായി കുടുംബം കണ്ടെത്തേണ്ടത്. കാത്തിരുന്നും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടും കൈവന്ന ഭാഗ്യമായിരുന്നു ധനുവച്ചപുരം ശ്രീഭവനിൽ ശ്രീജിത്തിനും അഞ്ജനയ്ക്കും ശ്രീയേഷ് എന്ന പൊന്നോമന. കളിപ്പാട്ടങ്ങൾ കാത്തുവച്ച മോന് 2.5 മാസം മുതൽ കൂട്ടായത് മരുന്നുകളാണ്. കണ്ണിൽ മഞ്ഞനിറം കണ്ടതിനെ തുടർന്നായിരുന്നു ആദ്യം ആശുപത്രിയിലെത്തിയത്. ഞങ്ങൾ 2.5 വയസ്സുണ്ടായിരുന്നപ്പോൾ കണ്ണിലൊക്കെ മഞ്ഞയായി. മഞ്ഞ വന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുത്തെ SIT ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഇനി ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് 1 മാസത്തോളം ഞങ്ങൾ അവിടെയൊക്കെ ചികിത്സയിലായിരുന്നു. പിന്നെ തുടർ ചികിത്സയും ഒരു 10 മാസം ഇതുവരെ തുടർ ചികിത്സയുമായിരുന്നു. ഒരു 3 മാസം മുന്നെയാണ് ഇവന് സർജറി ചെയ്താലേ ഇവൻ രക്ഷപ്പെടുള്ളൂ എന്ന് പറയുന്നത്. ദഹനം ബുദ്ധിമുട്ടായതുകൊണ്ട് കുഞ്ഞ് ശ്രീയേഷിന് ഭക്ഷണം നൽകുന്നതും വലിയ കഷ്ടമാണ്. കഴിക്കുന്ന ആഹാരത്തിൻ്റെ 20% മാത്രമാണ് ശരീരം ആഗിരണം ചെയ്യുക. മകനെ രക്ഷിക്കാൻ കരൾ മാറ്റിവെക്കുക എന്നതു മാത്രമാണ് കുടുംബത്തിന് മുന്നിലുള്ള ഏക മാർഗം. കരൾ പകർത്തു നൽകാൻ അച്ഛൻ ശ്രീജിത്ത് തയ്യാറാണ്. പക്ഷേ പണമാണ് വില്ലൻ. 40 ലക്ഷം രൂപയോളമാണ് കരൾ മാറ്റിവെക്കുന്നതിന് കുടുംബത്തിന് ചിലവ്. നമ്മളിപ്പോൾ ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നടത്തുന്നത്. അതിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഉദ്ദേശിച്ചുള്ള 40 ലക്ഷത്തിലധികം രൂപ ചിലവാകും നിലവിൽ. ഇപ്പോൾ നമ്മളിവിടെ ഒരു ചികിത്സാ സഹായ സമിതി എന്നുള്ളൊരു ഇതിൽ ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ 2.5 മാസം പ്രായമുള്ളപ്പോഴത്തേനും SITയിലാണ് ആദ്യം കൊണ്ടുപോകുന്നത്. SITയിലായിരുന്നു അവൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു 3 മാസത്തിന് മുന്നെയാണ് ശരിക്കും ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ് ഏക പോകാൻ വഴിയെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചത്. 2 മാസത്തിനുള്ളിൽ ശസ്ത്രക്രിയ നടത്തണമെന്നതാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. അതിൽ 1 മാസം പിന്നിട്ടു. കഷ്ടതയിൽ ജീവിതം തള്ളി നിൽക്കുന്ന ശ്രീജിത്തിനും കുടുംബത്തിനും മകൻ ശ്രീയാൻഷിനെ രക്ഷിക്കാൻ അവർക്കൊപ്പം നമുക്കും കൈകോർക്കാം. മലയാളിയുടെ നന്മയുടെ കരുതൽ ഒരു വട്ടം കൂടി തെളിയിക്കാം. അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.